മുല്ലപ്പെരിയാർ അണക്കെട്ടിലൂടെ വെള്ളം തമിഴ്നാട്ടിലേക്ക്. സാധാരണയായി ജൂൺ 1-നാണ് ഡാം തുറക്കാറുള്ളത്. വിജയുടെ നേതൃത്വത്തിലുള്ള TVK സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷമുള്ള മുല്ലപ്പെരിയാറിലെ ആദ്യത്തെ മാറ്റമാണിത്. കേരളത്തെ ഇത് ബാധിക്കുമോ എന്നാണ് ആശങ്ക. വിജയ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾക്കിടയിൽ ചർച്ച ചെയ്ത ഒന്നാണ് മുല്ലപ്പെരിയാർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട്. ഇപ്പോഴിതാ മുല്ലപ്പെരിയാർ അണക്കെട്ടിലൂടെ വെള്ളം തമിഴ്നാട്ടിലേക്ക് എത്തുന്നു. തമിഴ്നാട്ടിലെ കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്കായാണ് ഷട്ടറിലൂടെ വെള്ളം എത്തുന്നത്. തേനി ജില്ലയിലെ കമ്പം താഴ്വരയിലുള്ള 14,707 ഏക്കർ സ്ഥലത്തെ ഒന്നാംഘട്ട നെൽകൃഷിക്കായാണ് സെക്കൻഡിൽ 200 ഘടനയടി വീതം 120 ദിവസത്തേക്ക് വെള്ളം എത്തുന്നത്. അതുമാത്രമല്ല, മധുര കോർപ്പറേഷൻ പ്രദേശത്തെ കുടിവെള്ള ആവശ്യത്തിനായി സെക്കൻഡിൽ 150 ഘടനയടി വെള്ളവും മുല്ലപ്പെരിയാർ അണക്കെട്ടിലൂടെ ഒഴുകിപ്പോകാനാണ് തമിഴ്നാട് സർക്കാരിന്റെ ഉത്തരവ്. സാധാരണയായി മുല്ലപ്പെരിയാറിലൂടെ തമിഴ്നാട് കൃഷിക്കായി വെള്ളമെടുക്കാൻ ഷട്ടറുകൾ ഉയർത്താറുള്ളത് ജൂൺ മാസം 1-ാം തീയതിയാണ്. എന്നാൽ ഇത്തവണ മഴക്കുറവ് വലിയ തരത്തിലാണ് തമിഴ്നാടിനെ ബാധിച്ചത്. ഇതിന്റെ ഭാഗമായാണ് ഷട്ടർ തുറക്കുന്നത് വൈകിയത്. ഇതിനിടെ അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ സമീപകാല ബജറ്റ് പ്രഖ്യാപനവും മുല്ലപ്പെരിയാർ വിദഗ്ധ സമിതിയിലെ അപ്രതീക്ഷിത മാറ്റങ്ങളും കേരളവും തമിഴ്നാടും തമ്മിലുള്ള നദീജല തർക്കം വീണ്ടും കടുപ്പിച്ചു എന്നത് മറ്റൊരു കാര്യമാണ്. അതുമാത്രമല്ല, അണക്കെട്ടിന്റെ സമഗ്ര സുരക്ഷാ പരിശോധന വിദഗ്ധ സമിതിയിൽ നേരത്തെ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്ന TK ശിവരാജൻ തമിഴ്നാട് സർക്കാരിന്റെ വിദഗ്ധ അംഗമായി നിയമിക്കപ്പെട്ടു. ഈ മാറ്റം കേരളത്തിനും പുതിയ തിരിച്ചടിയായിരിക്കുകയാണ്. അതായത്, മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെ സുപ്രധാന നിലപാടുകളും സാങ്കേതിക വിവരങ്ങളും കൃത്യമായി അറിയാവുന്ന വ്യക്തി കൂടിയാണ് ശിവരാജൻ. ജനുവരി 6-ന് രൂപീകരിച്ച വിദഗ്ധ സമിതിയിൽ കേരളത്തിന്റെ പ്രതിനിധിയായിരുന്നു ഇയാൾ. എന്നാൽ ഇപ്പോൾ ശിവരാജൻ തമിഴ്നാട് സമിതിയിൽ അംഗമായത് സുരക്ഷാ ചർച്ചകളിൽ കേരളത്തിന്റെ പ്രതിരോധത്തെ ബാധിക്കുമെന്ന ആശങ്കയും ചൂടുപിടിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ മറുവശത്ത് മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് ഉയർത്തുമെന്ന തമിഴ്നാടിന്റെ ബജറ്റ് പ്രഖ്യാപനം കേരളത്തെ ശരിക്കും ചൊടിപ്പിച്ചിട്ടുണ്ട്. വിഷയത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റാൻ കൃത്യമായ തീരുമാനങ്ങളും അതിവേഗം വേണം. അതിനായി മുഖ്യമന്ത്രി തല ഉഭയകക്ഷി ചർച്ചകൾ ഉടനുണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. തമിഴ്നാടിന്റെ നീക്കത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാൻ തന്നെയാണ് ഒടുവിൽ കേരളത്തിന്റെ തീരുമാനം. പഴയ അണക്കെട്ടിന് പകരം പുതിയ അണക്കെട്ട് നിർമ്മിക്കുക എന്നുള്ള ഒരു പരിഹാരവും സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇതിനുവേണ്ടി നദീജല തർക്കങ്ങൾ പരിഹരിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ സഹായവും കേരളം തേടാൻ ആലോചിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.